നസ്രീനയുടെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ആ സമയത്ത് നസ്രീനയുടെ മരണം ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷം ഇത് അദ്നാൻ അയച്ചതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഷയും അതുപോലെ വാക്കുകളും ഒക്കെ അദ്നാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവ സമയം ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു? എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാണ് നിങ്ങൾ ഇത് അറിഞ്ഞത്? ഇവര് രാത്രി പുലർച്ചെ 5 മണിക്കാണ് പിന്നെ ഇത് സംഭവിച്ചത് അറിഞ്ഞത്. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മളിത് കണ്ടിട്ടില്ല. ടേപ്പ് കഴുത്തിലും മുഖത്തും മൂക്കിൻ്റെ അവിടെയും കണ്ണിൻ്റെ അവിടെയും ചുറ്റി ഒരു മരണം. സ്വയം അത് സാധിക്കുമോ? അസ്സലാമു അലൈക്കും. കോഴിക്കോട് മൂയിക്കൽ സ്വദേശിയായ നമ്മുടെ നസ്രീനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് നമ്മൾ പറഞ്ഞിരുന്നു മൊബൈൽ ഫോണുകളായിരുന്നു. ആ മൊബൈൽ ഫോണുകൾ നസ്രീനയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് കണ്ടെടുത്തത്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം തീർത്തും പോലീസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചിത്രങ്ങളും ഒന്നും തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് രാത്രി 1:45 അയച്ച ഒരു മെസ്സേജാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും അദ്നാനാണ് നസ്രിയുടെ മൊബൈൽ കൈക്കലാക്കിയ ശേഷം അതിൽ നിന്ന് അവൻ്റെ സുഹൃത്തായ മാങ്കാവിലുള്ള ബൈക്ക് വാടകയ്ക്കെടുത്ത വ്യക്തിക്കാണ് അതിൽ നിന്ന് അവസാന മെസ്സേജ് പോയത് എന്നാണ് പോലീസ് പറയുന്നത്. അദ്നാൻ മരണപ്പെട്ടിരിക്കുന്നു എന്നും താങ്കൾക്ക് നൽകാനുള്ള പണം ഇനി നൽകാൻ വേണ്ടി ആവില്ല എന്നാണ് അതിൽ നിന്ന് മെസ്സേജ് അയച്ചത്. താങ്കൾ ആരാണ് എന്ന് ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ അവരുടെ ഒരു സുഹൃത്താണ് എന്ന് മാത്രമാണ് അയച്ചത്. എന്തിനാണ് അദ്നാൻ എപ്പോഴാണ് മരിച്ചത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ച് ചോദിച്ചെങ്കിലും അതിനൊന്നും യാതൊരു മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കൊലപാതകത്തിൽ തീർച്ചയായിട്ടും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2-3 കാര്യങ്ങൾ ഇപ്പോഴും പോലീസിന് ഉത്തരമില്ലാതെ നടക്കുകയാണ്. കാരണം 7:45 കൂടിയാണ് അദ്നാൻ ആ വീട്ടിലെത്തിയത് എന്ന് ആ വീട്ടിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച ഒരു കാര്യമാണ്. ഏകദേശം രാത്രി 1:45 അദ്നാൻ നസ്രിയെ കൊലപ്പെടുത്തിയ ശേഷം ആ മൊബൈൽ എടുത്തിട്ടാണ് അതിൽ നിന്ന് അദ്നാൻ മെസ്സേജ് അയച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ വീട്ടുകാർ രാത്രി ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് ഉണർന്നു നോക്കിയ ശേഷം നമ്മുടെ നസ്രീനയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് പുലർച്ചെ 5 മണിക്കാണ് എന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ തന്നെ അന്ന് രാവിലെ മരണപ്പെട്ട വീടിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗം ഒന്നുകൂടി കാണാം. ഈ സംഭവ സമയം ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു? എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാണ് നിങ്ങൾ ഇത് അറിഞ്ഞത്? ഇവര് രാത്രി പുലർച്ചെ 5 മണിക്കാണ് പിന്നെ ഇത് സംഭവിച്ചത് അറിഞ്ഞത്. ഇവര് സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കി വീട്ടിനകത്ത് കയറി എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ പയ്യൻ കൊന്ന ആൾ, ഈ പയ്യൻ കൊലപാതകം നടത്തിയ പയ്യൻ ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണോ? ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ ഇവന് പോയതാണ്, ഇവിടുന്ന് പോയതാണ്, ഇവിടെ കയറുന്നത് പറഞ്ഞ് ഇവന് പോയതാണോ അല്ലേ. രാവിലെ 5 മണിക്കാണ് ഈ സംഭവം വീട്ടുകാർ അറിഞ്ഞത്. ഒച്ചപ്പാട് കേട്ട് കയറി നോക്കിയ സമയത്താണ് അദ്നാനെ പിടിച്ച് വാതിലിനകത്തിട്ട് പൂട്ടിയ ശേഷം നസ്രീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാണ് സംഭവ സ്ഥലത്ത് വെച്ച് അന്ന് നമ്മൾ അറിഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതിനുശേഷം എങ്ങനെയാണ് അദ്നാൻ അതിനുള്ളിൽ സെലോട്ടോ പൊട്ടിച്ച് മരിച്ചത് എന്നുള്ളതും ദുരൂഹമായി തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. ആ സമയത്ത് അദ്നാൻ റൂമിൻ്റെ അകത്ത് നിന്നും യാതൊരു കാരണവശാലും ഈ ഫോൺ കിണറ്റിൽ കൊണ്ട് ചിടാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ വീടിൻ്റെ അകത്ത് നിന്നും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഈ ഫോണുകളെല്ലാം പെറുക്കി കിണറ്റിലിട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അതാരാണ് എന്ന് മാത്രമേ കണ്ടെത്താനുള്ളൂ. തീർച്ചയായിട്ടും ഈ വീട്ടിൽ അന്നുണ്ടായിരുന്നത് സഹോദരനും അതുപോലെ തന്നെ സഹോദരിയും അതുപോലെ തന്നെ ഉമ്മയുടെ ഉമ്മയും മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഈ 3 പേരിൽ ആരെങ്കിലും ഇത്തരം ഒരു കടുങ്കൈ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. എന്നാലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂന്നാമതൊരാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ഇപ്പോഴും പോലീസിന് വ്യക്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പോലീസ് റിട്ടയർഡ് SP ആയ നമ്മുടെ ജോർജ് ജോസഫ് എന്ന് പറയുന്ന ആൾ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽപ്പെട്ട ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹം പോലും കേൾക്കുന്നത്. അദ്ദേഹം പോലീസിൽ സേനയിൽ ഒരുപാട് കാലത്തെ വർക്കെല്ലാം ചെയ്ത ഒരു SP ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറയുന്നു അത്രയ്ക്കും ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അത് ഞാൻ വീഡിയോയുടെ അവസാനം തീർച്ചയായിട്ടും ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിന് മുന്നേ ഈ ഒരു ഫോണിൽ കിട്ടിയ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്തയിലെ പ്രധാനപ്പെട്ട
ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇതിലേറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ കൊലപാതകത്തിനും അതുപോലെ ആത്മഹത്യക്കും ശേഷം 3 മൊബൈൽ ഫോണുകളാണ് നസ്രീനയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. അതിൽ നസ്രീനയുടെ ഫോണിൽ നിന്ന് ചില സന്ദേശങ്ങൾ ഒരു സുഹൃത്തിന് പോയി എന്നുള്ളതാണ് പോലീസിന് ആദ്യം ലഭ്യമായ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആ പരിശോധനയിലാണ് 1:45 പുലർച്ചെ 1:45 ഒരു സന്ദേശം ഒരു സുഹൃത്തിന്, മാങ്കാവിലുള്ള ഒരു സുഹൃത്തിന് പോയതായി കണ്ടെത്തിയത്. അത് നസ്രീനയുടെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ആ സമയത്ത് നസ്രീനയുടെ മരണം ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷം ഇത് അദ്നാൻ അയച്ചതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഷയും അതുപോലെ വാക്കുകളുമൊക്കെ അദ്നാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്നും ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകമാണ് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷം ഈ വ്യക്തിയോട്, അതായത് മാങ്കാവിലുള്ള ഒരു സുഹൃത്തിനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അവിടെ ഒരു ബൈക്ക് ഈ അദ്നാൻ വാടകയ്ക്ക് എടുത്തിരുന്നു. അവിടെ പണം നൽകാനുമുണ്ട്. ആ പണം ഇനി നൽകാനാകില്ല, അദ്നാൻ മരിച്ചു എന്ന കാര്യം ആ ഒരു സന്ദേശം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സുഹൃത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണ്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കാര്യമായ മറുപടി നൽകുന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തിനും ആത്മഹത്യക്കും ശേഷം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായ രീതിയിൽ നടന്നു എന്നുള്ള കാര്യമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിലേക്കും പ്രധാനപ്പെട്ട കാര്യം, ഈ 3 മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് കിണറ്റിൽ എത്തിയത് എന്നുള്ളതാണ്. ഒന്നുകിൽ ആ വീട്ടിലുള്ളവർ തന്നെയോ അല്ലെങ്കിൽ അവിടെ എത്തിയ ബന്ധുക്കളോ നാട്ടുകാരോ ആരോ അത് കിണറ്റിലിടുകയും അങ്ങനെ അതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഫോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേസിന്റെ ഗതി മാറ്റിവിടാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തെളിവുകളും ആ ഫോണിന്റെ അകത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളുമൊന്നും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും 3 ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആരാണ് ഫോൺ കിണറ്റിൽ കൊണ്ട് ചിട്ടത് എന്നുള്ള ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ടാമത്തേത്, അതിനാൽ തന്നെയാണോ നമ്മുടെ നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ സുഹൃത്തിന് മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇതെല്ലാം തീർച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം മറ്റാരെങ്കിലും ആ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചതാണോ എന്നും ചിന്തിക്കാൻ വേണ്ടി വകയുണ്ട്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക ഇടപാട് മാത്രമാണോ നസ്രീന എന്ന് പറയുന്ന അവൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്നാൻ ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളാണ് എന്നാണ്. തീർച്ചയായിട്ടും അത് മാത്രമാണോ എന്ന കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ പുറത്തു പറഞ്ഞിട്ടില്ല. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു ഉത്തരവും ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ ഫോണുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫോറൻസിക് പരിശോധനകൾ പുറത്തു വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് പോയ എല്ലാ കോളുകളും അതുപോലെ തന്നെ അതിലുള്ള വീഡിയോകളും അതിലുള്ള മെസ്സേജുകളും എല്ലാം തീർച്ചയായിട്ടും പോലീസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും. ഇത് ദുരൂഹമാണ്. തീർച്ചയായിട്ടും ഈ ദുരൂഹത ഇപ്പോഴും നീങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിട്ടയർഡ് SP ആയ ജോർജ് ജോസഫ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ശരി, ഒരാൾ ജീവിതം വെടിയാനായിട്ട് തീരുമാനിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമായിരിക്കാം. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മളിത് കണ്ടിട്ടില്ല. ടേപ്പ് കഴുത്തിലും മുഖത്തും മൂക്കിൻ്റെ അവിടെയും കണ്ണിൻ്റെ അവിടെയും ചുറ്റി ഒരു മരണം. സ്വയം അത് സാധിക്കുമോ? അവർ കുറച്ച് അവിശ്വസനീയമായ ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. കാരണം മൂക്കിൻ്റെ അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടുമ്പം പറിച്ചെടുക്കാനുള്ള സാധ്യത, അയാൾ ജീവൻ വെടിയാനാണ് ചെയ്യുന്നതെങ്കിലും പറിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടാവും, മരണപ്രാളം ഉണ്ടാവും. അങ്ങനെ മരണപ്രാളത്തിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ അവിടെ ഉണ്ടോ? ഈ പെങ്കൊച്ചിനെ കൊന്നതിൻ്റെ വൈരാഗ്യത്തിൽ ആരെങ്കിലും ചെയ്തതാണോ? അങ്ങനെ ചിന്തിക്കാമല്ലോ. എല്ലാ വശങ്ങളും പോലീസ് ഇതിനകത്ത് അന്വേഷിക്കണം. കാരണം ഈ അദ്നാനിലെ മരണം ആ ടേപ്പ് പൊട്ടിച്ചത് ദുരൂഹമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ആ കാര്യം പോലീസ് ഉറപ്പുവരുത്താൻ തന്നെ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ പോലീസിനും നമുക്കൊക്കെ അതൊരു പാഠം തന്നെയാണ്. മരണവെപ്രാളത്തിൽ തീർച്ചയായിട്ടും അത് എടുത്തു മാറ്റാനുള്ള ഒരു സംയോജിതമായ ഇടപെടൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മരണപ്പെട്ട് കിടക്കുന്ന നമ്മുടെ അദ്നാന്റെ ശരീരത്തിൽ നിന്ന് ആ ടേപ്പിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്നാൻ മരിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും ഇപ്പോൾ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നിഗൂഢതകൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ്
മാത്രമാണോ? ഇനി തീർച്ചയായിട്ടും വാപ്പയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മുന്നേ നോക്കി നടത്തിയത് അദ്നാനായിരുന്നു എന്നും ആ ഒരു കാര്യം അദ്നാനിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടത് നസ്രീനയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആ ഒരു വൈരാഗ്യമാണ് ഈ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നും ആ വീടിനടുത്തുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം അദ്നാന് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിയിട്ടു എന്നാണ്. കാരണം ഇതിനു മുന്നേ അദ്നാന് കയ്യിൽ പണം വന്നുകൊണ്ടിരുന്നു, അവൻ്റെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് മുതൽ അദ്നാൻ സാമ്പത്തികമായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത്. ആ ഒരു പ്രയാസം അദ്നാനെ കൊല്ലുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും നസ്രിയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ള അഭിപ്രായവും പുറത്തു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിഗൂഢതകൾ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും മൂന്നാമതൊരാൾ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല. മൂന്നാമതൊരാൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണുകൾ തീർച്ചയായിട്ടും നസ്രിയത്തിൻ്റെ റൂമിലും അതുപോലെ തന്നെ അദ്നാൻ കിടന്ന റൂമിലുമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് കിണറ്റിൽ കൊണ്ടിട്ട ആൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ ആ കുടുംബത്തിൽ തന്നെ പെട്ട ആളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് ഇനി കുടുംബക്കാരെയും അതുപോലെ തന്നെ അദ്നാൻ്റെ സുഹൃത്തുക്കളെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ ചോദ്യം ചെയ്യൽ തീർന്ന മുറയ്ക്ക് ഇതിൽ ആരാണ് മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനിടപെട്ടു എന്ന കാര്യങ്ങൾ പോലീസ് പുറത്തു പറയേണ്ടതായിട്ട് വരും. ആ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.